ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സ്ഥാപനങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ഡിഫൻസ് റിസർച്ച് സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരു കഥ പോലെ കേട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ്. UPSC, SSC പോലെയുള്ള നാഷണൽ ലെവലിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഏരിയയാണ് ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ചും ഒപ്പം തന്നെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ചിട്ടുമുള്ള ഫാക്ട്സ്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കഥയാണ്. ഇന്ന് ലോകം മുഴുവൻ അസൂയയുടെ ഉറ്റുനോക്കുന്ന ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനുകൾക്കും ഒപ്പം തന്നെ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും പറയാനായിട്ടുള്ളത്. ഈ കഥ തുടങ്ങുന്നത് 1947 അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ഇന്ത്യയിൽ ആകെ നമുക്കുണ്ടായിരുന്ന ഒരു സമ്പാദ്യം എന്ന് പറയാനുള്ളത് പട്ടിണി ഗ്രസിച്ച ഒരു വലിയ പോപ്പുലേഷൻ മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമ്മുടെ GDPയുടെ ഒരു ഭാഗം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്നതിന് തീരുമാനിച്ചു. അന്ന് ലോകത്ത് ഇത്തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ മുടിചൂടാമന്മാരായിട്ട് നിന്നിരുന്നത് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ കൺട്രീസ് ആയിരുന്നു. അവർ വളരെ പരിഹാസത്തോടും തമാശയോടും കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കണ്ടത്. കാരണം പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഒരുപാട് ആളുകൾ മരിക്കുന്ന ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം ഗ്രസിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം ഡിഫൻസ് ആൻഡ് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിലേക്ക് മുതൽ മുടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അന്ന് വളരെ ചിന്തിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പരസ്പരം സാഹചര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ലോകത്തിന് മുഴുവനായിട്ട് തോന്നിയത്. അതുമാത്രമല്ല, അന്ന് ഇന്ത്യക്ക് ഇത്തരത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മുതൽ മുടക്കുണ്ടായിരുന്നില്ല താനും. കാരണം മറ്റു പല രാജ്യങ്ങളിലും വർഷങ്ങളായിട്ട് നിലനിന്ന് വന്നിരുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പുതിയ പുതിയ ഇൻവെൻഷൻസും ഇന്നോവേഷൻസും ഒക്കെ നടന്നിരുന്നത്. എന്നാൽ ഇന്ത്യ അത്രയും കാലം ഒരു കോളനി ഭരണത്തിന് കീഴിലായിരുന്നു. പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഇത്തരത്തിൽ നമുക്ക് ശക്തി പകരാനായിട്ട് മുതിർന്ന ശാസ്ത്രജ്ഞന്മാരാരും ഉണ്ടായിരുന്നില്ല. ഇതിനെ നേരിടുന്നത് ഒരു ചലഞ്ചായിട്ടാണ് അന്നത്തെ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതിനെ ഫേസ് ചെയ്തത്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില യുവശാസ്ത്രജ്ഞരെ കൂട്ടുപിടിച്ച് അന്ന് നമ്മുടെ ഇന്ത്യ നടത്തിയ ഒരു തുടക്കം, അത് ഇന്ന് ഇന്ത്യയെ ലോകത്തിൻ്റെ മുന്നിൽ അസൂയാവഹമായ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹബ്ബാക്കിയിട്ട് വളർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് നമ്മുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെയും മറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപനങ്ങളുടെയും ഈ ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ R&Dയിൽ 3 ജെംസ് അല്ലെങ്കിൽ 3 രത്നങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന 3 സ്ഥാപനങ്ങളാണ് നമ്മളിവിടെ കാണുന്ന നമ്മുടെ ISRO, DRDO, അതുപോലെ തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ISROയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, DRDOയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ബാർക്കിനെ കുറിച്ച് അത്രത്തോളം ഒന്നും പറയുന്നില്ല. എന്നാൽ ബാർക്കും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപനമാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ ഗവേഷണ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ബോംബെയിലുള്ള നമ്മുടെ ബാർക്കിനെയാണ്. എനിവേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ISROയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതാണ് ISROയുടെ ഫുൾ ഫോം. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ ISRO നമ്മുടെ ഇന്ത്യയുടെ, നമുക്കറിയാം നമുക്ക് പല മിനിസ്ട്രീസ് ഉണ്ട്. അതിൽ DOS ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്നറിയപ്പെടുന്ന ഒരു മിനിസ്ട്രിക്ക് കീഴിലാണ് നമ്മുടെ ഇന്ത്യയുടെ ISRO സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മിനിസ്ട്രിയുടെ ഹെഡ് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. സോ ഇപ്പോഴത്തെ നമ്മുടെ ISRO സ്ഥിതി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ തലവനായിട്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപനമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് DRDOയുടെ ഫുൾ ഫോം. അപ്പോൾ DRDO എന്ന സ്ഥാപനം നമ്മുടെ രാജ്യത്തെ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൻ്റെ തലവൻ ഡിഫൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് DRDO ഉൾപ്പെടുന്ന നമ്മുടെ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൻ്റെ തലവൻ. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്ഥാപനമായിട്ടുള്ള റിസർച്ച് സ്ഥാപനമായിട്ടുള്ള ബാർക്ക് ഉൾപ്പെടുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി എന്നറിയപ്പെടുന്ന ഒരു മന്ത്രാലയത്തിന് കീഴിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് പോലെ തന്നെ പ്രധാനമന്ത്രിക്ക് കീഴിൽ വരുന്ന ഒരു മന്ത്രാലയമാണ്. പ്രൈം മിനിസ്റ്ററിന് കീഴിൽ വരുന്ന ഒരു മന്ത്രാലയമാണ്. അപ്പോൾ ഓർക്കുക, ISRO ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, പ്രധാനമന്ത്രിയാണ് അതിൻ്റെ തലവൻ.
DRDO മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്റ്ററാണ് തലവൻ. ബാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി, അതിൻ്റെ തലവനും പ്രധാനമന്ത്രി തന്നെയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ISRO ആദ്യകാലത്ത് രൂപീകരിക്കപ്പെട്ടപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിൽ തന്നെയായിരുന്നു. അതായത് ഇന്ന് നമ്മുടെ ബാർക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിലായിരുന്നു രൂപീകരിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ISRO ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ ISROയുടെ മറ്റ് വിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ISRO എന്നുള്ള ആശയം ആദ്യമായിട്ട് പിറവിയെടുത്തത് 1962 അന്നത്തെ കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ISRO എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് ഉദയം ചെയ്തത്. ISRO അതിൻ്റെ മേധാവി നമുക്കറിയാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, അതിൻ്റെ മേധാവി തന്നെയാണ് ISROയുടെയും മേധാവി. അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ISROയുടെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് ISROയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ മേലധികാരിയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് നമ്മുടെ ISROയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും ദൈനംദിന ഗവേഷണ കാര്യങ്ങൾ നോക്കാനുമൊക്കെ ISROയ്ക്ക് ഒരു മേധാവിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ISRO ചെയർമാൻ, അദ്ദേഹത്തെയാണ് ISRO ചെയർമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ISRO ചെയർമാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ ഒരു എക്സിക്യൂട്ടീവാണ്. ISROയുടെ ദൈനംദിന ഭരണകാര്യങ്ങളും ഗവേഷണ കാര്യങ്ങളുമൊക്കെ നോക്കി നടത്തുന്നത് ഈ പറഞ്ഞ ISRO ചെയർമാനാണ്. നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അത് ആദ്യമായിട്ട് രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേര് ISRO എന്നായിരുന്നില്ല. നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രം വേണം എന്നുള്ള ആശയത്തിന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ആദ്യമേ തന്നെ ഉയർന്നു വന്ന ഒരാശയമായിരുന്നു. പിന്നീട് അമേരിക്കയും റഷ്യയും തമ്മിൽ സ്പേസ് വാർ, കോൾഡ് വാർ സമയത്ത് സ്പേസ് വാർ, ബഹിരാകാശ യുദ്ധം അത് കനപ്പെട്ടു. റഷ്യ ഒരു ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് അയക്കുന്നു, അതിന് പകരമായിട്ട് അമേരിക്ക മറ്റൊരു സാറ്റലൈറ്റ് അയക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലോകമെല്ലാം വളരെ വിസ്മയത്തോടെ ഈ ഒരു ഡിഫൻസ് ആൻഡ് റിസർച്ച് മേഖലയിൽ വന്ന ഈ ഒരു കുതിപ്പിനെ നോക്കിക്കണ്ട ഒരു സമയമായിരുന്നു അത്. അക്കാലഘട്ടത്തിലാണ് ഇന്ത്യയും നമ്മുടെ ഈ ഒരു സ്പേസ് റിസർച്ചിലേക്ക് പിച്ച വയ്ക്കുന്നത്. ആദ്യകാലത്തൊക്കെ ഇന്ത്യയിൽ ബഹിരാകാശ നിരീക്ഷണം, അതിനുവേണ്ടിയുള്ള ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കൽ മാത്രമായിരുന്നു ഈ പറഞ്ഞ ബഹിരാകാശ ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അന്നത്തെ ക്രാന്തദർശിയായിരുന്ന ഒരു യുവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് വിക്രം സാരാഭായി എന്നായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വേണമെന്നും അത് റോക്കറ്റ് ടെക്നോളജിയിലും ഒപ്പം തന്നെ സാറ്റലൈറ്റ് ടെക്നോളജിയിലുമൊക്കെ ഗവേഷണം നടത്തണമെന്നും ഉള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ വിക്രം സാരാഭായിയുടെ മേൽനോട്ടത്തിന് കീഴിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്വപ്നങ്ങൾ പിച്ചവെച്ചത്. ഇതേ വിക്രം സാരാഭായി തന്നെയാണ് നമ്മുടെ ISROയുടെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായിയാണ്. രൂപീകരിക്കപ്പെട്ട സമയത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി, പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ ഭാഗമായിരുന്നു നമ്മുടെ ISRO. എന്നാൽ അന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് ISRO എന്നായിരുന്നില്ല, മറിച്ച് ഇൻകോസ്പാർ എന്നായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഇൻകോസ്പാർ. അപ്പോൾ ഇൻകോസ്പാറിൻ്റെ അല്ലെങ്കിൽ ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഈ ഇൻകോസ്പാർ എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മുടെ ISRO എന്നുള്ള പേര് നമ്മൾ മാറ്റിയെടുക്കുന്നത് 1969 അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യ അത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന ബഹിരാകാശ നിരീക്ഷണത്തിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചിങ് എന്നുള്ള ഒരു മൈൽ സ്റ്റോണിലേക്ക്, പുതിയൊരു ചുവടുവയ്പ്പിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള റോക്കറ്റുകളാണ് നമ്മൾ ആദ്യമായിട്ട് വിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇങ്ങനെ റോക്കറ്റുകൾ കടം വാങ്ങിയാൽ തന്നെ അത് വിക്ഷേപിക്കാനായിട്ട് ഇന്ത്യക്ക് അന്നൊരു വിക്ഷേപണ തറ അല്ലെങ്കിൽ ഒരു ലോഞ്ചിങ് പാഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് ഇങ്ങനെ ഒരു ലോഞ്ചിങ് പാഡ് ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. ഇങ്ങനെ ഒരു ലോഞ്ചിങ് പാഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ പ്രദേശങ്ങളിലും ഒരു സർവേ നടത്തുകയുണ്ടായി. ഈ ഒരു സർവേയുടെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ തുമ്പ എന്നറിയപ്പെടുന്ന ഒരു കോസ്റ്റൽ വില്ലേജിൽ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഇന്ത്യ മൊത്തമുള്ള കോസ്റ്റൽ റീജിയണുകളിൽ നടത്തിയ സർവേയുടെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ തുമ്പയെ തിരഞ്ഞെടുക്കുന്നത്. 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. അതിൻ്റെ പേര്
ടേൾസ് എന്നാണ്. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ്. അപ്പോൾ തുമ്പയെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് കീഴിൽ ഒരു വലിയ കഥയുണ്ട്. കാരണം തുമ്പ മാത്രമായിരുന്നില്ല അന്ന് ഇന്ത്യക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യ തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ. യഥാർത്ഥത്തിൽ അത് നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന വെള്ളയാനത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അതായിരുന്നു ISRO അല്ലെങ്കിൽ അന്നത്തെ ഇൻകോസ്പാറിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് വന്ന സ്ഥലം. അതിന് പല റീസണുകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട റീസൺ അന്നത്തെ നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഇക്വേറ്റർ അത് കടന്നു പോയിരുന്നത് കൊല്ലത്തുള്ള ഈ വെള്ളയാനത്തുരുത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്തു കൂടിയായിരുന്നു. വെള്ളയാനത്തുരുത്ത് വളരെ ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു കോസ്റ്റൽ വില്ലേജ് ആയിരുന്നു. അവിടെ സ്ഥലം ഏറ്റെടുക്കലും മറ്റും വളരെ പ്രയാസമുള്ള ഒരു സംഗതിയായിരുന്നു. അതുമാത്രമല്ല അവിടെ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് അഷ്ടമുടി കായലുമായിരുന്നു. അതായത് 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്ത്, അതായിരുന്നു വെള്ളയാനത്തുരുത്ത്. അതുമാത്രമല്ല അവിടെ ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ അതിന് ഏറ്റവും അടുത്തുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ രണ്ടാമതുണ്ടായിരുന്ന തുമ്പയെ അന്നത്തെ ഇൻകോസ്പാറിൻ്റെ മേധാവികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ശാസ്ത്രജ്ഞർ അവിടെ എത്തിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ്റെ നിർമ്മാണവും അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പുകളും ഒക്കെ നടത്തിയത്. അപ്പോൾ വെള്ളയാനത്തുരുത്തിൽ നിന്ന് തുമ്പയിലേക്ക് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പറിച്ചു നടുകയായിരുന്നു. ഇതുകൂടാതെ മറ്റൊരു രസകരമായിട്ടുള്ള കഥ പറഞ്ഞു കേൾക്കുന്നത് അന്നത്തെ ISRO ചെയർമാനായിരുന്ന വിക്രം സാരാഭായി ഈ 2 സ്ഥലങ്ങളും നേരിൽ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, വെള്ളയാനത്തുരുത്ത് എന്നുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് നമുക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ഏറ്റവും മികച്ച സ്ഥലമെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ, അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് വൈറ്റ് എലഫൻറ്റ് സാൻഡ് ബാർ, വെള്ളയാന തുരുത്ത്. അപ്പോൾ വെള്ളാന എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രാസി അല്ലെങ്കിൽ നമ്മുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അഴിമതിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് സൂചിപ്പിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് അന്നത്തെ വിക്രം സാരാഭായി അദ്ദേഹത്തിന് മടി കാണിച്ചു എന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പോൾ കഥ എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഒടുവിൽ 1963 തിരുവനന്തപുരം ജില്ലയിലുള്ള കോസ്റ്റൽ വില്ലേജ് ആയിട്ടുള്ള തുമ്പയിൽ സ്ഥാപിക്കപ്പെട്ടു. അവിടെ സ്ഥലമേറ്റെടുക്കലും ഈ നിർമ്മാണവുമൊക്കെ അന്നത്തെ കളക്ടറായിരുന്ന മാധവ് മേനോൻ നേരിട്ട് ഇടപെട്ടിട്ട് വളരെ വേഗത്തിൽ തന്നെ തീർത്തു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് റോക്കറ്റുകൾ നിർമ്മിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റോക്കറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്ത് വിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ റോക്കറ്റൊക്കെ അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ തുമ്പ എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു പള്ളിയിലുള്ള പ്രയർ റൂമായിരുന്നു. ആ പള്ളിയുടെ പേര് സെൻറ്റ് മേരി മഗ്ദലീന ചർച്ച് എന്നാണ്. 1963 സെൻറ്റ് മേരി മഗ്ദലീന ചർച്ചിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിക്ഷേപണ റോക്കറ്റ് അസംബിൾ ചെയ്തത്. ഇന്നും നമ്മൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ VSSCയുടെ കീഴിലുള്ള VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ISROയുടെ ബ്രാഞ്ചിനെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം എന്ന് പറയുന്നത്. VSSCയുടെ കീഴിലാണ് ഇന്ന് തുമ്പയുള്ളത്. ആ തുമ്പയിൽ ഈ സെൻറ്റ് മേരി മഗ്ദലീന ചർച്ച് ഇന്നും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സ്മാരകമെന്ന നിലയിൽ ഇന്നും അതിനെ പരിപാലിച്ചു പോരുന്നുണ്ട്. അവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ സ്പേസ് ഹിസ്റ്ററി പറയുന്ന ഒരു സ്പേസ് മ്യൂസിയമാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യയുടെ ISRO അല്ലെങ്കിൽ ഇൻകോസ്പാർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചുവടുവയ്പ്പുകളാണ് അവിടെ ആരംഭിച്ചത്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഈ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് അമേരിക്കയുടെ നാസ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ, നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം. നാസയിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് കടം വാങ്ങുന്നത്. ഈ റോക്കറ്റിൻ്റെ പേര് നൈക്ക് അപ്പാച്ചെ എന്നാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ നമ്മൾ വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേര് നൈക്ക് അപ്പാഷെ. ഈ ഒരു റോക്കറ്റ് പല ഭാഗങ്ങളിലാക്കി ഇന്ത്യയിൽ എത്തിക്കുകയും അത് തുമ്പയിൽ എത്തിച്ച് അസംബിൾ ചെയ്ത് വിക്ഷേപിക്കുകയുമാണ് ചെയ്തത്. ഇത് സൗണ്ടിങ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന റോക്കറ്റാണ്. റോക്കറ്റുകൾ പലതരമുണ്ട്. നമ്മളിന്ന് കാണുന്ന റോക്കറ്റുകളെല്ലാം സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോക്കറ്റുകളാണ്. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാലാവസ്ഥാ പഠനത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ചെറു റോക്കറ്റ് വകഭേദങ്ങളെയാണ് സൗണ്ടിങ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. വളരെ ശക്തി കുറഞ്ഞ, ബഹിരാകാശത്തെത്താൻ സാധ്യതയില്ലാത്ത, എന്നാൽ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകൾ പാളികളിൽ എത്തുന്ന തരത്തിലുള്ള റോക്കറ്റുകളെയാണ് സൗണ്ടിങ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഈ റോക്കറ്റുകളിൽ പേലോഡുകളായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ചില കോപ്പറിൻ്റെ വയറുകളാണ്.
ഈ കോപ്പർ വയറുകൾ അപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ റോക്കറ്റുകളുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഇങ്ങനെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന കോപ്പർ വയറുകളുടെ ചലനം നോക്കി കാലാവസ്ഥയെപ്പറ്റി പഠിക്കുക, ഇതാണ് ഈ സൗണ്ടിങ് റോക്കറ്റുകളുടെ ഏറ്റവും വലിയ ദൗത്യം. അതായത് വളരെ ശക്തി കുറഞ്ഞ റോക്കറ്റുകൾ. ഇങ്ങനെയുള്ള വളരെ ശക്തി കുറഞ്ഞ സൗണ്ടിങ് റോക്കറ്റ് 1963 നവംബർ 21 നമ്മുടെ ടേൾസ് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ട് വിക്ഷേപിച്ചു. അതായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ്. അതൊരു സൗണ്ടിങ് റോക്കറ്റ് ആയിരുന്നു. എന്നാൽ പിറ്റേന്ന് ലോകമാധ്യമങ്ങളിലൊന്നും തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു വലിയ ചുവടുവയ്പ്പായിട്ടുള്ള ഈ ഒരു നേട്ടം എത്തിയില്ല. അതിന് കാരണം ആ ദിവസമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത JFK അസാസിനേഷൻ ആയിരുന്നു. അങ്ങനെ ആരും അറിയാതെ 1963 നവംബർ 21, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1962 നമ്മുടെ ISRO ഇൻകോസ്പാർ എന്നുള്ള പേരിൽ സ്ഥാപിതമായി. 63 തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. അതേ വർഷം നവംബർ 21 നമ്മൾ തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു. നൈക് അപ്പാഷെ അമേരിക്കയുടെ നാസയിൽ നിന്ന് കടം വാങ്ങിയ റോക്കറ്റാണ് വിക്ഷേപിച്ചത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ആ റോക്കറ്റ് അസംബിൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന റോക്കറ്റിൻ്റെ നോസ്കോണാണ്. നോസ്കോണും മറ്റും സൈക്കിളിലും കാളവണ്ടിയിലും ഒക്കെ എത്തിച്ച് അന്നത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ് പണിമുടക്കി അതിൻ്റെ ഭാഗമായിട്ട് കായികശേഷി ഉപയോഗിച്ച്, അതായത് ശാസ്ത്രജ്ഞരുടെ കായികശേഷി ഉപയോഗിച്ച് സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് പാഡിലേക്ക് ഉയർത്തി വെച്ച് പരിമിതികളുടെ നടുവിലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച്. അത് സംഭവിച്ചത് 1963 നവംബർ 21. ഇതിനുശേഷം അടുത്തതായിട്ട് ഇന്ത്യ ചെയ്തത് നൈക് അപ്പാഷയ്ക്ക് പകരം സ്വന്തമായിട്ട് നമുക്കൊരു സൗണ്ടിങ് റോക്കറ്റ് നിർമ്മിക്കാം എന്നുള്ള ഒരാശയമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് സൗണ്ടിങ് റോക്കറ്റ് വികസിപ്പിക്കാനായിട്ട് ആരംഭിച്ചു, കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള സൗണ്ടിങ് റോക്കറ്റ്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ചെടുത്ത സൗണ്ടിങ് റോക്കറ്റിൻ്റെ പേര് രോഹിണി 75 എന്നാണ്. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച് കഴിഞ്ഞ് ഏതാണ്ട് 4 വർഷം തികയുമ്പോൾ 1967 നവംബർ 20, ഈ ഡേറ്റ് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല, 1967 നവംബർ 20 ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ സ്വന്തം സൗണ്ടിങ് റോക്കറ്റ് രോഹിണി 75 വിക്ഷേപിക്കുകയുണ്ടായി. ഓർക്കുക, ഈ രോഹിണി എന്നുള്ള പേര് നമ്മൾ ഇനിയും കാണും. കാരണം ഇന്ത്യ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹത്തിൻ്റെ പേര് രോഹിണി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ രോഹിണി 75 ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ്, ഇൻഡിജിനസ് സൗണ്ടിങ് റോക്കറ്റിൻ്റെ പേരാണ്. തമ്മിൽ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക. രോഹിണി 75 സൗണ്ടിങ് റോക്കറ്റാണ്. രോഹിണി എന്ന പേരുള്ള മറ്റൊരു സാറ്റലൈറ്റ് കൂടി ഇന്ത്യക്കുണ്ട്. ഇക്കാര്യം മറന്നു പോകാതെ ഓർത്തു വയ്ക്കുക. അപ്പോൾ രോഹിണി 75 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സൗണ്ടിങ് റോക്കറ്റ് ടെക്നോളജിയിൽ മാത്രം ഗവേഷണം നടത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ സ്പുട്നിക് 1 വളരെ വിജയകരമായിട്ട് റഷ്യ വിക്ഷേപിച്ചതിന് ശേഷം ഇന്ത്യയും ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് കടന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ആര്യഭട്ട എന്നറിയപ്പെടുന്ന ഒരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആര്യഭട്ട ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിലും ഈ ഒരു ആര്യഭട്ട എന്ന സാറ്റലൈറ്റിനെ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തേക്ക് എത്തിക്കാനായിട്ടുള്ള റോക്കറ്റ് ശേഷി അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യുന്ന വെഹിക്കിളുകൾ, അതിനെ ലോഞ്ചിങ് വെഹിക്കിൾസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ എന്നാണ് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള വലിയ റോക്കറ്റുകൾ തന്നെ. ഈ റോക്കറ്റുകൾ അന്ന് ഇന്ത്യക്ക് നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് മാത്രമുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ് അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇന്ത്യയുടെ സഖ്യരാജ്യമായിരുന്ന റഷ്യയെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട ലോഞ്ച് ചെയ്യുന്നതിന് ആശ്രയിച്ചത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇത് കപ്പൂസ്റ്റിൻ യാർ എന്നറിയപ്പെടുന്ന റഷ്യയിലെ ഒരു വിക്ഷേപണ തറയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. കോസ്മോസ് 3M എന്നായിരുന്നു നമ്മുടെ ആര്യഭട്ട ലോഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന റോക്കറ്റിൻ്റെ പേര്. ഇത് എക്സ്റേ ആസ്ട്രോണമിക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ ഒരു ഡെമോ സാറ്റലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ബഹിരാകാശ പഠനത്തിന് വേണ്ടി ഇന്ത്യ നിർമ്മിച്ച സാറ്റലൈറ്റ്. ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട കപ്പൂസ്റ്റിൻ യാർ എന്നറിയപ്പെടുന്ന ഒരു റഷ്യൻ വിക്ഷേപണ നിലയത്തിൽ നിന്ന് വിക്ഷേപിച്ച ഡേറ്റാണ് 1975 ഏപ്രിൽ 19. 1963 നവംബറിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞ് 1975 ഏപ്രിൽ 19 റഷ്യയുടെ സഹായത്തോടെ കോസ്മോസ് 3M എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കുന്നത്.
ഇതിനുശേഷം റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ മറ്റു ചില സാറ്റലൈറ്റുകളായിട്ടുള്ള ആദ്യഘട്ടത്തിലെ സാറ്റലൈറ്റുകളായിട്ടുള്ള ഭാസ്കര 1, ഭാസ്കര 2 ഈ രണ്ടെണ്ണവും ഇന്ത്യയുടെ സാറ്റലൈറ്റുകളായിരുന്നു. ആര്യഭട്ടയ്ക്ക് ശേഷം ഇന്ത്യ നിർമ്മിച്ച സാറ്റലൈറ്റുകളാണ്. 1979-ലും 1980-കളുടെ തുടക്കത്തിലുമാണ് ഈ 2 സാറ്റലൈറ്റുകളും വിക്ഷേപിച്ചത്. ഇവയും റഷ്യയിലുണ്ടായിരുന്ന കപ്പൂസ്റ്റിൻ യാർ എന്ന് പറയുന്ന വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ടയുടെ ഒരു ചിത്രമാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 2 രൂപയുടെ നോട്ടിന് പിന്നിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഇത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ടയുടെ ചിത്രമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ എക്സാമുകൾക്ക് ചോദിച്ചേക്കാം. 2 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഏത് സാറ്റലൈറ്റ് ആണ്? ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ടയാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 2 രൂപ നോട്ടിന് പിന്നിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ സ്വന്തമായിട്ട് സാറ്റലൈറ്റുകൾ നിർമ്മിച്ചു, സൗണ്ടിങ് റോക്കറ്റുകൾ നിർമ്മിച്ചു. ആദ്യമെല്ലാം വിദേശ സഹായത്തോടു കൂടി ചെയ്യുക, പിന്നീട് അതിനുള്ള പ്രാപ്തി സ്വയം നേടിയെടുക്കുക. ഇതായിരുന്നു നമ്മുടെ ISROയുടെ ഒരു ശൈലി. അപ്പോൾ ഏതായാലും ഇന്ത്യ സാറ്റലൈറ്റുകൾ നിർമ്മിക്കാൻ പഠിച്ചു. അടുത്തതായിട്ട് ഈ നിർമ്മിക്കുന്ന സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു ലോഞ്ചിങ് വെഹിക്കിൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ റോക്കറ്റ്, ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്ന ഒരു വലിയ റോക്കറ്റ് നിർമ്മിക്കുക എന്നതായി ഇന്ത്യയുടെ ഏറ്റവും വലിയ അടുത്ത ദൗത്യം. പിന്നീട് ഇന്ത്യയുടെ മാനവ വിഭവശേഷി ISRO ഉപയോഗിച്ചത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ദ ഡ്രീം ഓഫ് ഓൺ ലോഞ്ചിങ് വെഹിക്കിൾ, ഇന്ത്യയുടെ സ്വന്തം ലോഞ്ചിങ് വെഹിക്കിൾ.